സുഭാഷിതം. നല്ല വാക്കുകൾ നല്ല ജീവിതത്തിലേക്കുള്ള വഴിയാണ്. മാത്രമല്ല, നല്ല വാക്കുകളേക്കാൾ ഒരു മരുന്നും ലോകത്തിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. സുഗതകുമാരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നല്ല വാക്കുകൾ മനസ്സിൻ്റെ മരുന്ന്, വാക്കുകൾ കൊണ്ട് സ്നേഹം പകരുക, മനസ്സുകൾ തമ്മിൽ ബന്ധം സൃഷ്ടിക്കുക. ഒരിക്കൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ ഒരു വെള്ളക്കാരൻ പൊതുസ്ഥലത്ത് അപമാനിച്ചു. എല്ലാവരും പ്രതികാരം പ്രതീക്ഷിച്ചപ്പോൾ ഗാന്ധിജി ശാന്തമായി പറഞ്ഞു: നിങ്ങളെ വെറുക്കാൻ എനിക്ക് സമയമില്ല, സ്നേഹിക്കാനാണ് ഞാൻ തെരഞ്ഞെടുത്തത്. ഈ വാക്കുകൾ ആ വെള്ളക്കാരൻ്റെ ഉള്ളു പൊള്ളിച്ചു. പിന്നീട് ഗാന്ധിജിയുടെ സുഹൃത്തായി മാറി ഈ മനുഷ്യൻ. വൈരാഗ്യം പോലും മാറ്റിയ ഗാന്ധിജിയുടെ നല്ല സംസാരം ഔഷധമായി. വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കാം സ്നേഹത്തിൻ്റെ ലോകം എന്ന കാവ്യവരികൾ ജി ശങ്കരക്കുറുപ്പിൻ്റേതാണ്. ഇതേ ആശയം തന്നെ കടമ്മനിട്ട രാമകൃഷ്ണനും സച്ചിദാനന്ദനും കവിതകളിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നല്ല സംസാരം ഒരു കലയാണ്, അത് നാം പഠിക്കണം. അതിന് വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നല്ലപോലെ കേൾക്കാൻ മനസ്സും ക്ഷമയും ഉണ്ടാകണം. മറ്റുള്ളവർക്ക് സംസാരിക്കാൻ സമയം കൊടുക്കണം. സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കണം. മറ്റുള്ളവരെ അഭിനന്ദിക്കാനും മറ്റുള്ളവർക്ക് നന്ദി വാക്കുകൾ പറയാനും മടി ഉണ്ടാകരുത്. ആവശ്യമില്ലാത്തത് പറയാതിരിക്കുന്നതും വിമർശിക്കാതിരിക്കുന്നതും ഈ കലയുടെ ഭാഗമാണ്. മനുഷ്യൻ്റെ ശരിയായ രോഗം ശരീരത്തിനല്ല, മനസ്സിനാണ്. മനസ്സ് തളരുന്നിടത്ത് ശരീരത്തിൽ രോഗം മുളയെടുക്കാൻ ആരംഭിക്കും. ശരീരത്തിന് അസുഖം വന്നാൽ നാം ഉടൻ ഹോസ്പിറ്റലിലേക്ക് ഓടും, ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കും. എന്നാൽ മനസ്സിന് വേദനയുണ്ടാകുമ്പോൾ അപ്പോൾ ഒരു ഗുളിക മതിയാകുമോ? അവിടെ ആവശ്യം ഒരു നല്ല വാക്കാണ്, സ്നേഹത്തോടെയുള്ള ഒരു സംസാരം, കരുതലുള്ള കേൾവി. അതാണ് ആവശ്യം. അബ്രാഹം ലിങ്കണിനെ നിരന്തരം വിമർശിച്ചു കൊണ്ടിരുന്ന ഒരാളെക്കുറിച്ച് ഒരാൾ പറഞ്ഞു: അവൻ താങ്കളുടെ ശത്രുവല്ലേ? ലിങ്കൺ മറുപടി പറഞ്ഞു: എൻ്റെ ശത്രുക്കളെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളാക്കുമ്പോൾ അവർ ശത്രുക്കളാകുമോ? ഈ സൗമ്യമായ സമീപനം പലരുടെയും മനസ്സുമാറ്റി. വാക്കുകൾ ഇവിടെ മനസ്സിൻ്റെ മരുന്നായി മാറുകയാണ്. ബൈബിളിലും ഭഗവത്ഗീതയിലും ഖുറാനിലും ബുദ്ധജൈന മതഗ്രന്ഥങ്ങളിലുമൊക്കെ നല്ല സംസാരത്തിൻ്റെ പല ലക്ഷണങ്ങളും തത്വങ്ങളുമുണ്ട്. എങ്കിലും പ്രധാന തത്വങ്ങൾ 4 നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. 1 സത്യം, 2 സ്നേഹം, 3 ദയ, 4 ഹിതം. ഹിതം എന്നാൽ മറ്റുള്ളവരുടെ മനസ്സറിയുക എന്നാണ്. വാക്കുകൾ സ്നേഹത്തിൻ്റെ വാഹകർ, നല്ല സംസാരം ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന ആശയം സാഹിത്യകാരൻ സച്ചിദാനന്ദൻ്റെ രചനകളിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. നല്ല വാക്കുകളും നല്ല സംസാരവും ആത്മവിശ്വാസം വാനോളം ഉയർത്തും. കുരുക്ഷേത്ര യുദ്ധത്തിനു മുൻപ് അർജുനൻ്റെ മനോവീര്യം നഷ്ടപ്പെട്ട് മാനസികമായി തകർന്നപ്പോൾ ശ്രീകൃഷ്ണൻ നൽകിയ ഉപദേശം: നിന്റെ കർത്തവ്യം നിർവഹിക്കൂ, ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഈ വാക്കുകൾ അർജുനന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. രാത്രി മുഴുവൻ കടലിൽ വലയെറിഞ്ഞ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ പത്രോസും കൂട്ടരും വളരെയധികം കഷ്ടപ്പെട്ടിട്ടും ഒന്നും ലഭിക്കാതെ സങ്കടത്തോടെ തീരം അടുക്കാറായപ്പോൾ പ്രഭാതമാകാറായി. അപ്പോൾ അതാ കടൽ തീരത്ത് നിന്ന് യേശുവിൻ്റെ വാക്കുകൾ: കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ മറുപടി പറഞ്ഞു. യേശു പറഞ്ഞു: വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിടുക. ഈ വാക്കുകൾ നൽകിയ ആത്മവിശ്വാസത്തിൽ അവർ വലയിട്ടു. വല നിറയെ മത്സ്യങ്ങൾ ലഭിച്ചു. പ്രതീക്ഷ നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന വാക്കുകൾ എന്നും ഒരു പുതുജീവിതത്തിന് തുടക്കമേകും. മദർ തെരേസ പറയുന്നു: വാക്കുകൾക്ക് ശക്തിയുണ്ട്, സ്നേഹത്തോടെ ഉപയോഗിക്കുക. പ്രിയമുള്ളവരെ, നല്ല സംസാരം നല്ല ബന്ധങ്ങളുടെ താക്കോലാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്: സംസാരക്കുറവ്. ഇന്ന് വീടുകളിൽ കുട്ടികളും യുവാക്കളും മൊബൈൽ ഫോണിലാണ്. അച്ഛനും അമ്മയും തിരക്കിലാണ്. തിരക്കുകൾക്കിടയിലെ ചെറിയ സമയമോ റീൽസ് കാണുന്ന തിരക്കിലും. സംസാരം ഇല്ല എന്ന് മാത്രമല്ല, പരസ്പരം കേൾക്കപ്പെടാതെയും പോകുന്നു. മരുന്ന് വാങ്ങാനും ഡോക്ടറെ കാണാനും പണം ആവശ്യമുണ്ട്. എന്നാൽ നല്ല സംസാരം മരുന്നിനേക്കാൾ സുഖപ്രദമാണ്, സൗജന്യവുമാണ്. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ സുഖപ്പെടുത്തട്ടെ, ബന്ധങ്ങളെ ശക്തമാക്കട്ടെ, ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ, സൗഹൃദങ്ങളെ വളർത്തട്ടെ. നമ്മുടെ സംസാരം എപ്പോഴും സൗമ്യവും സ്നേഹവും നിറഞ്ഞതാകട്ടെ. നന്മ നിറഞ്ഞ സുദിനം ആശംസിക്കുന്നു. സുഭാഷിതം. അവതരിപ്പിച്ചത് ഫാദർ സുരേഷ് റോക്കി മൽപ്പാൻ.